അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നതേ കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഓസ്ട്രേലിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാനായിട്ടാണ്. ആ ഡേയുടെ പേരാണ് ആർ യു ഓക്കെ. ഓക്കെ, എല്ലാ സെപ്റ്റംബറിലും സെക്കൻഡ് തേഴ്സ്ഡേയ്സിലാണ് ആർ യു ഓക്കെ ഡേ ആയിട്ട് ഓസ്ട്രേലിയ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. അപ്പം ആ ഡേയിൽ ഇപ്പം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒരു യെല്ലോ ബാഡ്ജും ഒക്കെ കുത്തി ആർ യു ഓക്കെ എന്ന് പറഞ്ഞൊരു യെല്ലോ ബാഡ്ജും ഒക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും. ഇപ്പം നമ്മൾ വർക്ക് പ്ലേസിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയും കാണും ഈ യെല്ലോ ബാഡ്ജൊക്കെ കുത്തി എല്ലാവരും ഒരു ആർ യു ഓക്കെ എന്ന് പറഞ്ഞ ഒരു ലിറ്റിൽ റൗണ്ട് ബാഡ്ജൊക്കെ കുത്തി എല്ലാവരും നടക്കും. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതെന്ത് സംഭവം ഈ ആർ യു ഓക്കെ എന്ന് പറഞ്ഞ ഈ ഡേയെ പറ്റി. ഓക്കെ, ഇതെന്ത് സംഭവം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. അപ്പം ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി ഇതെന്താണ്. അപ്പം ഈ ആർ യു ഓക്കെ എന്നുള്ളൊരു ഡേ ഓസ്ട്രേലിയയിൽ വരാൻ കാരണം ഇവിടെ ഈ കുട്ടികൾക്കിടയിലുള്ള സൂയിസൈഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള സൂയിസൈഡ്, ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് അവർക്ക് ആരോട് സംസാരിക്കാനില്ല. കുട്ടികൾ മാത്രമല്ല വലിയവരുമാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പം വീട്ടിലെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസി ആയി പോകുന്നു. നമ്മളെ ചിലപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് നടക്കും, പൈസ ഉണ്ടായിരിക്കും, മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പം നമുക്ക് സംസാരിക്കാനോ നമ്മളെ കേൾക്കാനോ ആരും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെ ആൻസൈറ്റി ഉണ്ടാകും. ചില സ്ട്രെസ്സുകൾ പറയാതെ വെച്ച് അവസാനം അത് കൂട്ടിയിട്ട് എക്സ്ട്രീംലി ഡിപ്രഷനിൽ പോയി ആത്മഹത്യയിലേക്ക് നയിച്ച ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഡേ ആണ് ആർ യു ഓക്കെ എന്ന് പറഞ്ഞൊരു ഡേ. ഈ ആർ യു ഓക്കെ ഡേയിൽ ഇപ്പം എന്താ പറയുന്നത്, ഒരു ദിവസം അന്നക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു, മമ്മി ആർ യു ഓക്കെ? ഞാൻ ചോദിച്ചു അതെന്താ ആർ യു ഓക്കെ? ഇന്ന് ആർ യു ഓക്കെ ഡേ ആണ്. അപ്പം മമ്മിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മമ്മിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പം ഇല്ല, നിങ്ങളായിട്ട് സ്ട്രെസ് ഉണ്ടാക്കാതിരുന്നാൽ മതി ഇത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാം, സെപ്റ്റംബറിലാണ് ഈ എന്താ പറയുന്നത് ഈ ആർ യു ഓക്കെ എന്ന് പറഞ്ഞ ഡേ വരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഷൈനി 3 കുഞ്ഞുങ്ങളെയുമായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്തു അല്ലേ. അത് പിന്നെ ഇന്നലെയും ഞാൻ പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെയും ആലപ്പുഴയിൽ ഒരു ലേഡി ഒരു മകളുമായിട്ട് സൂയിസൈഡ് ചെയ്തു, അതും എഗെയിൻ ട്രെയിനിൻ്റെ മുമ്പിൽ. നമുക്ക് ഒരുപാട്, നമ്മളിപ്പോൾ ഒരു പത്രം തുറന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇതേ കാണാനുള്ളൂ. ഇനി നാട്ടിലെ കാര്യങ്ങൾ പോട്ടെ, നാട്ടിലെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ആയിരിക്കും എന്നാൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം ആണോ അതിന് മുമ്പിലത്തെ വർഷമാണോ എനിക്ക് കറക്റ്റ് ഓർക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഒരു നേഴ്സ്, ഹസ്ബൻഡ് എൻജിനീയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു നേഴ്സ് കുഞ്ഞുങ്ങളെയുമായിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം നമുക്ക് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലുമൊക്കെ ഒരുപാട് ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യകളും നമുക്ക് കൂടുതലാവുകയാണ് അല്ലേ. ഇപ്പം മരിച്ചുപോയ ഷൈനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഷൈനി വളരെ വെരി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, കഠിനാധ്വാനിയാണ് അല്ലേ. ഇപ്പം കല്യാണം കഴിച്ചു വരുത്ത വീട്ടിലാണെങ്കിലും ഒരുപാട് സാഹചര്യങ്ങളുള്ള ആളാണ്. എന്നിട്ടും ഷൈനിക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അല്ലേ. വീട്ടിൽ ഭർത്താവ് ഷൈനിയെ കേൾക്കാനില്ല, ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ട്, ഇനി എന്താ പറയുന്നത് രക്ഷപ്പെട്ട് ഓടി തിരിച്ച് അവനവൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം പേരൻസിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ, ഇതെല്ലാം പുള്ളിക്കാരിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അല്ലേ. 2 കുഞ്ഞുങ്ങളുമായിട്ട് അല്ലേ, 2 മാലാഖ കുഞ്ഞുങ്ങളുമായിട്ട് ഷൈനി പോയി ഈ ലോകത്തിൽ നിന്ന് അല്ലേ. അതുപോലെ തന്നെ ഇന്നലെ ആലപ്പുഴയിലുള്ള ഒരു ലേഡി പുള്ളിക്കാരിയും സ്വന്തം മകളുമായിട്ട് പുള്ളിക്കാരി ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് എല്ലാവരെയും പോയി ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലപ്പം നമ്മുടെ കൂടെയുള്ള ഒരാളെ നമുക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ ഡിപ്രഷനിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു ഒറ്റ കാരണത്താലാണ് ഞാൻ ഓർത്ത്, ഇപ്പം എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാൻ മേലാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഞാൻ പറയുന്ന ഈ വീഡിയോ കേട്ട് എന്തെങ്കിലും എൻ്റെ സംസാരം കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ യു ഓക്കെ എന്ന് പറഞ്ഞ ഒരു ഡേയെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് മെയിൻലി കേട്ടോ. ഷൈനിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, ഷൈനി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഷൈനി ജോലിക്ക് പോകാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഷൈനിയെ ജോലിക്ക് വിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു അത്യാഹിതം വന്നാൽ, ഇപ്പോൾ ഒരു ഭാര്യയോ ഭർത്താവോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കണം അല്ലേ. ചിലപ്പോൾ ഇപ്പോൾ ഭാര്യ മരിച്ചു കഴിയുമ്പോഴത്തേക്കിനും എന്താ പറയുന്നത് ഭാര്യയാണ് പ്രൈമറി ഏണർ, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഒരുവിധം ഫാമിലികളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഭാര്യ നേഴ്സ്, അപ്പോൾ ഭർത്താവിന് ഭാര്യയെക്കാളും ചെറിയ ജോലിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ
സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഭർത്താക്കന്മാർ 2 ദിവസം ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ല 4 ദിവസം ജോലിക്ക് പോകുന്നവരായിരിക്കും, ഭാര്യയെക്കാളും കുറവ് ജോലിയും ശമ്പളവും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഭാര്യയായാലും ഭർത്താവായാലും ഒരു ജോലി കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് ജീവിക്കണം, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നീ വീട്ടിൽ ഇരുന്നു, ഞാൻ ജോലിക്ക് പോയിക്കോളാം, അല്ലെ ഞാൻ വീട്ടിൽ ഇരിക്കാം, നീ ജോലിക്ക് പോക്കോ, ആ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കി നമുക്ക് 2 പേർക്കും ജോലിക്ക് പോകാം. ഇപ്പം നിനക്കൊരു മേലായിക വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഓവർ ടൈം ചെയ്ത് അല്ലെ എക്സ്ട്രാ ചെയ്ത് നിന്നെ ഞാൻ പിടിച്ച് നിർത്തിക്കോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആർക്ക് വേണ്ടിയും നമ്മൾ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഗ്യാപ്പ് വരുത്താതിരിക്കുക. ഇനി നിങ്ങൾ ടൂ റിച്ച് ആയിരിക്കും, ഇപ്പം എക്സ്ട്രീംലി ഹൈ സാലറി ഉള്ള ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്, ഫൈൻ. എന്നാൽ പോലും നമ്മുടെ പ്രൊഫഷനിലെ ഒരു ഗ്യാപ്പ് വരുത്താതെ ഒരു 2 ദിവസം ജോലിക്ക് പോയി നിങ്ങൾ ആ പ്രൊഫഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് മാനസിക അടിമത്തത്തിലേക്ക് പോകാതിരിക്കുക. ചിലർ കംപ്ലീറ്റ്ലി മറ്റുള്ളവർ ഇപ്പം നല്ല ജോലി ഉണ്ടെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും ചിലപ്പം എന്താ പറയുന്നത് പരിപൂർണ്ണമായിട്ട് മറ്റുള്ളവരെ മെൻ്റലി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അതായത് എനിക്ക് എൻ്റെ ചേട്ടനില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇറങ്ങി നടക്കാൻ പോലും അറിയാൻ മേല കേട്ടോ, അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അപ്പനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. അപ്പം അമ്മ പ്ലാവി കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ പറയും മാങ്ങയാണ്, അല്ലെങ്കിൽ അച്ഛൻ പറയുകയാണ് പ്ലാവി കിടക്കുന്നത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ പറയും തേങ്ങയാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഇമോഷണൽ ഇൻഡിപെൻഡൻസ് പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചിലപ്പോൾ നല്ല ജോലിയുള്ളവരായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ശമ്പളം കിട്ടുന്നവരായിരിക്കാം, നിങ്ങൾ നല്ല സാഹചര്യങ്ങൾ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഇല്ല. ഇവർ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലുള്ള അൺസർട്ടനിറ്റി വരുമ്പോൾ ഇവർ തകർന്നു പോകും കേട്ടോ. ഇപ്പം ഇമോഷണൽ ഇൻഡിപെൻഡൻസിനേക്കാളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നു, നമുക്ക് സംസാരിക്കാനായിട്ട് ആൾക്കാർ വേണം. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കും, മമ്മി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ മമ്മി എന്താ ചെയ്യേണ്ടത്. മമ്മി ഒരു കാര്യം പറയും, അപ്പം എനിക്കിത് പറ്റുന്നതാണെങ്കിൽ, എനിക്ക് അത് ഓക്കെ ആണെന്ന് തോന്നുന്നതാണെങ്കിൽ, എൻ്റെ ശരി അതാണെങ്കിൽ, അല്ലെ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ പലരിൽ നിന്നും അഭിപ്രായം ചോദിക്കും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാനൊരു പ്രശ്നം വരുമ്പോൾ ചോദിക്കും, എൻ്റെ വീട്ടുകാരോട് ഞാനൊരു പ്രശ്നം വരുമ്പോൾ കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ എനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ എടുക്കുന്ന കാര്യം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസിഷനിൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൽ നല്ലത് വന്നാലും മോശം വന്നാലും നമ്മൾ തന്നെ അത് ഒറ്റയ്ക്ക് അനുഭവിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ തകർന്നു പോകാതിരിക്കും. മറ്റുള്ളവർ ഇപ്പം നമ്മളൊരു കുറ്റം പറഞ്ഞാലും കുറവ് പറഞ്ഞാലും നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകാതെ ഇരിക്കും. ഓക്കെ, ഞാനിത് ഓവർകം ചെയ്ത് പോകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. മൂന്നാമതായിട്ട് നോ പറയാൻ പഠിക്കുക. ഓക്കെ, ചിലർ ഇപ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകന് നല്ല ജോലിയുണ്ട്, ഞങ്ങൾ നിന്നെ കല്യാണം കഴിച്ചത് ഇവിടെ വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ്. നല്ല ആരോഗ്യമുള്ള മാതാപിതാക്കളായിരിക്കും ഇത് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളുടെ മമ്മിമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, എൻ്റെ മോളെ ഞാൻ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി, അവൾ പുറത്ത് പോയി പൈസ സമ്പാദിച്ച് എനിക്കത് തരണം, അപ്പം അവൾ ഞങ്ങളെ നോക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുക. പക്ഷേ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് നിങ്ങളുടെ മേലെ ഒരു സ്ട്രെസ് വന്നു ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അവരോട് ക്ലിയർ ചെയ്ത് പറയുക, സോറി എനിക്കത് പറ്റത്തില്ല കേട്ടോ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, പക്ഷേ ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് എനിക്ക് തരരുത്. അത് ഒരു ഭാഗത്തുനിന്നും എടുക്കേണ്ട കാര്യമില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എടുക്കേണ്ട കാര്യമില്ല, ഭാര്യയുടെ വീട്ടിൽ നിന്നും എടുക്കേണ്ട കാര്യമില്ല, കൂട്ടുകാരിൽ നിന്നും എടുക്കേണ്ട കാര്യമില്ല, നാട്ടുകാരിൽ നിന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്ത് പറയുക, നോ എന്ന് പറയുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം, ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പല ഫാമിലികളിലും എന്താ പറയുന്നത് സാമ്പത്തികമായിട്ട് ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടി, ഓസ്ട്രേലിയ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലെയും കൂടി. അപ്പോൾ പഴയ രീതിയിൽ നാട്ടിലേക്ക് പൈസ അയക്കാൻ പലർക്കും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഇത്രയും നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയിട്ടും നീ നിൻ്റെ ഭാര്യ പറയുന്ന കേട്ടല്ലേ, നീ നിൻ്റെ ഭർത്താവ് പറയുന്ന കേട്ടല്ലേ നിൽക്കുന്ന, ഞങ്ങളെ പട്ടി തിരിഞ്ഞ് നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ സ്ട്രെസ്സ് കൊടുത്ത് ഡിപ്രഷനിലായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലായി പോകാതെ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റാത്ത എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാകാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ പറയുക, ആ വിളികളൊക്കെ അങ്ങോട്ട് കുറച്ചുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ അയക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ
അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റാത്തത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങളത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തോളുക അവരിൽ നിന്ന്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം, നാലാമതായിട്ട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവരോട് ഷെയർ ചെയ്യുക. അതായത് ചില ആൾക്കാർ പോസിറ്റീവായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാൻ അത് ശ്രമിക്കുകയുള്ളൂ. കാരണം അവർ പറഞ്ഞു തരും, കുഴപ്പമില്ല നീനു, ഇത് കടന്നു പോകും, നീ ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളല്ലേ, നമുക്കിത് മുന്നോട്ട് പോകാം, നീ പേടിക്കേണ്ട. ചിലർ നമ്മുടെ തലയിലോട്ട് തീ കുരിയിടും. അയ്യോ എന്നാലും നീനു, നീ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അല്ലെ എന്തൊരു വലിയ മണ്ടത്തരമാണ് നീ ഇത്രയും നാൾ നീ ചെയ്ത് വെച്ചത്, വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്നവരാണോ ഇങ്ങനെയുള്ള പരിപാടി, ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവരെ നിങ്ങൾ അത്യാവശ്യം ഒഴിവാക്കി നിർത്തി നിങ്ങളെ പോസിറ്റീവായിട്ട് നിർത്തുന്ന ആൾക്കാരോട് നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ചിലർക്ക് മാതാപിതാക്കളോടായിരിക്കും ഷെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്, ചിലർക്ക് സുഹൃത്തുക്കളോടായിരിക്കും ഷെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ആരോടാണോ ഷെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മളുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചിലർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങൾ, ഇപ്പം എന്താ പറയുക, ഈ ജോലിക്ക് പോകുന്നു വരുന്നു, ഇതിൻ്റെ തിരക്കുകൾ കാര്യങ്ങളെല്ലാം കൊണ്ട് ചിലർക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുന്നത് ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഒന്ന് ഡോക്ടറെ പോയി കാണുക, അങ്ങനെയുള്ളവർ സഹായം ചോദിക്കുക. അത് ചിലർക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും ഒരു ടെൻഷൻ, ഒരു ആകുലത, ഒരു ഡിപ്രഷൻ, ഓക്കെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് തേടാം, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് ജസ്റ്റ് ഒന്ന് പറയാം എനിക്ക് ആവശ്യമില്ല, അതൊരു കുഴപ്പമില്ല എൻ്റെ ലൈഫിൽ, പക്ഷേ എന്തോ ഒരു ആൻസൈറ്റി വരുന്നു, എന്തോ ഒരു ഡിപ്രഷൻ വരുന്നു. അപ്പോൾ അവർ അത്യാവശ്യം ചിലപ്പോൾ ചില ബ്ലഡ് ടെസ്റ്റുകളുടെയൊക്കെ എന്താ പറയുക, ബ്ലഡിലുള്ള ചില കാര്യങ്ങളുടെയൊക്കെ ഒരു വേരിയേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സഹപ്രവർത്തകർ, ഇപ്പം നമ്മൾ ജോലിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലരുടെ മുഖം ചില ദിവസം വീർത്തിരിക്കും, ചിലർ വളരെ ടയേർഡ് ലുക്കിംഗ് ആയിരിക്കും, ചിലർ എന്താ പറയുന്നത് സാഡ് ലുക്കിംഗ് ആയിരിക്കും. ഓക്കെ, അത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെയുള്ളവർ ഇപ്പം ഒരു ഫാമിലി പോലെയാണ്. ഇപ്പം ഞാനൊക്കെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അപ്പം ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മുഖം മാടിയെന്ന എന്നാ പറ്റി, എന്നാ പ്രശ്നം എന്നൊന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. ആർ യു ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യും. ചിലർ ഓപ്പണാണ്, അവർ ഷെയർ ചെയ്യും. ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, അവർ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അവർ ഷെയർ ചെയ്യട്ടെ. ചിലപ്പം കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും, ഓ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ അവനവൻ്റെ വീട്ടിലെ കാര്യമല്ലേ, ഇതൊക്കെ പുറത്തോട്ട് പറയേണ്ട കാര്യമുണ്ടോ. അവർ പറയട്ടെ. അവർ പറയുന്നത് അവരുടെ സ്ട്രെസ്സാണ്, അവരുടെ ഡിപ്രഷനാണ്. അല്ലെങ്കിൽ നിങ്ങളതൊന്ന് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാത്ത കാര്യമല്ലേ, നിങ്ങളോടത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ആശ്വാസം ലഭിക്കുമെങ്കിൽ അത് കിട്ടട്ടെ. പിന്നെ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഫിനാൻഷ്യലിയൊക്കെ സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ഷൈനി ഉണ്ടാകാതിരിക്കട്ടെ. ഇനി നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ അറിയാവുന്നവർ, ഒരു 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 20% ആൾക്കാരും ഒരു ചിരിയുടെ മുഖംമൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ചിലപ്പം നമ്മൾ വളരെ അടുത്തറിയാവുന്നവരായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പം എന്തെങ്കിലും ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടല്ലേ, പാർട്ടിക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ കാണുമ്പം എക്സ്ട്രീംലി ഹാപ്പി, ഓ എന്തോ അല്ല കുടുംബം എന്ന് കാണും. അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്കൊക്കെ ലൈഫിലൊരു പ്രശ്നമുണ്ട്, എൻ്റെ മുഖത്ത് എഴുതി അവിടെ കിടക്കും. അപ്പം ചിലർ ഇത് ഹൈഡ് ചെയ്യാൻ വളരെ മിടുക്കരാണ്, അല്ലെങ്കിൽ അവർക്കത് മറ്റുള്ളവരോട് പറയാൻ താല്പര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്, എൻ്റെ ഒരു ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ആരുടെയെങ്കിലും ചെറിയ ചെറിയ വാക്കുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ പുള്ളിക്കാരത്തേക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെ കാശല്ലേ, പുള്ളിക്കാരിക്ക് ഇതുപോലെ നിന്ന് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാവുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. 2 പ്രാവശ്യം ഞാൻ ലൈഫ് എൻ്റെ ദൈവമേ ഇത് സ്റ്റോപ്പായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഒരു ഭാഗത്തുനിന്നും നമുക്കൊന്നും ചെയ്യാനില്ലാതെ സ്റ്റക്കായി പോയ ആളാണ് ഞാൻ 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ മൈനസിൽ നിന്ന് തുടങ്ങി, 2ാമത്തെ പ്രാവശ്യം 1ൽ നിന്ന് തുടങ്ങി. ഈ സമയങ്ങളിൽ എനിക്ക് സഹായിക്കാനായിട്ട് ദൈവം നല്ല സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും തന്ന് ദൈവം അനുഗ്രഹിച്ചു. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലുള്ളത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആത്മഹത്യയെപ്പറ്റി ഞാനും ചിന്തിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം കാരണം ജീവിതത്തിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച ഒരു സമയത്ത് എനിക്ക്
എനിക്കൊരു ഫോർവേഡഡ് മെസ്സേജ് വന്നു. ആ ഫോർവേഡഡ് മെസ്സേജ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കാണുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എന്താ പറയുന്നത് ഒരു പാത്രം താഴെ വീണ് പൊട്ടി. അപ്പം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി ഓർത്തു ഇത് തൂത്തുവാരി വെളിയിൽ കളഞ്ഞാലോ ഒന്ന്. തൂത്തുവാരി വെളിയിൽ കളഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം പോയി അല്ലേ, ആ പാത്രം പോയി. പുള്ളി അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം ആ പൊട്ടിയ പീസസ് എല്ലാം എടുത്തിട്ട് ഒരു ഗോൾഡൻ പശ വെച്ച് ഒട്ടിച്ചു. അപ്പം അവസാനം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെക്കാളും വാല്യുബിളായി ആ പാത്രം. ഓക്കെ, അപ്പം ഈ മെസ്സേജ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലേ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന്. എല്ലാം കൂടെ എന്താ പറയുന്നത് ഈ ഡിപ്രഷൻ വന്നു, സ്ട്രെസ്സ് വന്നു, താങ്ങാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ ചുറ്റും നിൽക്കുന്നു. അപ്പം ഞാനാണ് തീരുമാനിക്കുന്നത് ആത്മഹത്യ ചെയ്യണോ മുന്നോട്ട് പോകണമെന്ന്. ഞാനന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയെടുത്തുന്ന ദൈവം എന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് നടത്തി. ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്നാണ് ആ സന്തോഷം, നാളെ എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജീവിതമാണ്, മാറി മറിഞ്ഞു വരും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുന്നത്, ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും. കാരണം ഈ ആത്മഹത്യ എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, ഇതും കടന്നു പോകും. കോവിഡ് സമയത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. അതാണ് ജീവിതം. ആരുടെയും ലൈഫ് ഈസി അല്ല, പക്ഷേ നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നു. ഓക്കെ, ചുറ്റുമുള്ളവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. ആത്മഹത്യയെപ്പറ്റി എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള ചിന്തകളുള്ളവർ മറ്റുള്ളവരോടത് പങ്കുവയ്ക്കുക. ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.